ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ 2 ഗോൾഡൻ റിട്രീവേഴ്സിനെയും കൊണ്ട് ബോർഡിങ്ങിലാക്കാൻ പോവാണ്. നാളെ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു വാഗമണിലേക്ക്. അങ്ങോട്ട് പോകുമ്പം ഇവരെ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 ഗോൾഡൻ റിട്രീവേഴ്സിനെയും ഞങ്ങൾ ഒരു ബോർഡിങ്ങിലാക്കുകയാണ്, ഡോഗ് ബോർഡിങ് സെൻറ്ററിൽ. ചെറിയ 2 ഡോഗ്സിനെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലും ആക്കി. പോളോയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോളോ നമ്മുടെ പപ്പിയാട്ടോ. അപ്പോൾ അവൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. വണ്ടിയിൽ പോകാൻ നേരം വെളിയിലൂടെ റോഡിൽ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു 2 പേരുടെയും കൂടെ ഉള്ളൊരു യാത്ര. 2 പേരും ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാർ ട്രിപ്പ് പോകുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ വരെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അവരെയൊക്കെ 2 പേരുടെ മുഖം മാറുന്ന കണ്ട് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഡോഗ്സ് ഉണ്ട് കേട്ടോ. അതും പല വെറൈറ്റി ഡോഗ്സ് അവിടെ ബോർഡിങ് ചെയ്യുന്ന ഡോഗ്സാണ്. അതും ആ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വീടാണ്. അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ അവരൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് നല്ലൊരു അടിപൊളി കുറേ കേജസ് പണിത്, പല സ്ഥലത്തായിട്ട് കുറേ കേജസൊക്കെ പണിതാണ് ഇതൊന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടാൽ തന്നെ നല്ല അടിപൊളിയാണ്. ഡോഗ്സിന് ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം കേജിലുണ്ട്. പിന്നെ കേജിനകത്ത് ഫാനൊക്കെ ഉണ്ട്. പല റേറ്റാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഫാനുള്ള കേജാണ് പറഞ്ഞത്. പിന്നെ ആ കേജ് ഉണ്ടല്ലേ, എന്ത് വലുതാണെന്ന് നോക്ക്. അതുപോലെ ഇഷ്ടം പോലെ കേജുണ്ട്, അല്ലാതെ ചെറിയ കേജുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഡോഗ്സും ഉണ്ട്, ഇമ്പോർട്ട് ഡോഗ്സും അതിൻ്റെ ഈ നല്ല ബ്ലഡ് ലൈനിലെ ഡോഗ് ബ്രീഡ്സും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ക്യാറ്റ്സും ഒക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. സ്ഥലമൊക്കെ കൊള്ളായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡോഗ്സിനെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പോകാൻ നേരം ഭയങ്കര സാഡായിരുന്നു. പിന്നെ അവിടെ ഏൽപ്പിച്ചു. ഫുഡ് എല്ലാം അവർ കൊടുക്കും. പെർ ഡേ ഒരാൾക്ക് 500 ആണ്. അങ്ങനെ 2-3 ദിവസമാണ് ഞങ്ങൾ നിർത്തുന്നത്. അപ്പം ഇഷ്ടംപോലെ ഡോഗ്സൊക്കെ ഉണ്ട്. എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് അവരെ അവിടെ വിട്ടിട്ട് തിരിച്ചു വന്നത്. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവരെ അവിടെ ആക്കിയിട്ട് വരാൻ. അവരുടെ മുഖം കണ്ടപ്പോൾ ആ ചെറിയ പപ്പി പോളോ മദർ ഡോഗിൻ്റെ അടുത്ത് ആണെങ്കിലും അവൻ നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് പിരിഞ്ഞ് നിൽക്കുന്നത്. അവൻ മൂളുന്നൊക്കെ ഉണ്ടായിരുന്നു. മദർ ഡോഗാണെങ്കിൽ ഞങ്ങളെ വല്ലാണ്ട് നോക്കുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര വിഷമമായി. എന്നാലും അവനെ സേഫായിട്ട് നോക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മളവിടെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഈ സ്ഥലം വരുന്നത് ഓതറ സൈഡിലാണ് കേട്ടോ. ആർക്കെങ്കിലും ബോർഡിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. നല്ല സർവീസാണ്. ചെന്നിടത്തോളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയും കൂടി ഇടാം. അതോടെ കഴിയുമ്പോൾ അല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ നമ്മൾ നമ്മുടെ ഡോഗ്സിനെയൊക്കെ കൊണ്ട് ബോർഡിങ്ങിലാക്കി. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പം വീട്ടിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞേ വരൂ. ട്രിപ്പൊക്കെ കഴിഞ്ഞ്. അപ്പം അത്ര നാൾ നമ്മൾ നോക്കാൻ ആരും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ബോർഡിങ്ങിലാക്കി. ഇനിയിപ്പം പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ കേജും എല്ലാ കേജിലും നല്ല ഫാനും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഓരോ എൻ്റെ റേറ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 500 റുപ്പീസാണ് ഈ ഫാനൊക്കെ ഉള്ള കേജിൽ. ഫുഡും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കേജ് ഈ ഫാൻ ഇല്ലാത്ത കേജും ഉണ്ട്. അത് 400 പെർ ഡേ ആണ്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസത്തേക്കാണ് നിർത്തുന്നത്. പിന്നെ ഫുഡൊക്കെ അവർ കൊടുക്കും, റൈസും ചിക്കനും ഒക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. അടുത്ത ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഷോർട്ട്സായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഫോർ മോർ വീഡിയോസ്.